തൃശൂർ തിരുവുള്ളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായനിധി വിതരണം ചെയ്തു. ADGP വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹനൻ വിദ്യാഭ്യാസ സഹായനിധി വിതരണം നിർവഹിച്ചു. തൃശൂർ മുള്ളൂർക്കര പഞ്ചായത്തിലെ CPI നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 27 പേർ രാജിവെച്ച് BJPയിൽ ചേർന്നു. ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മുള്ളൂർക്കരയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പുതുതായി പാർട്ടിയിലെത്തിയവരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ 4ാം 100 ദിന പരിപാടിയോടനുബന്ധിച്ച് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ തൃശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെട്ട നിർമ്മാണം പൂർത്തിയായ 4 കുളങ്ങളുടെ ഉദ്ഘാടനവും ആസ്തി കൈമാറ്റവും നടന്നു. ചേറൂർ എടത്തറ മനു സ്മാരക ഹാളിൽ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ മിഷൻ യോഗം ചേർന്നു. യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി അടിയന്തര യോഗം ചേരണമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിക്ർ വാർഷികവും സ്വലാത്ത് മജ്ലിസും സംഘടിപ്പിച്ചു. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഹാരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ നാസർ പതിപ്പറമ്പത്ത് അധ്യക്ഷനായി. റീബിൽഡ് വയനാട് ക്യാമ്പിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തൃശൂർ മണലൂർ മേഖലാ കമ്മിറ്റി സ്ക്രാപ്പ് കളക്ഷൻ, കടൽമീൻ ചലഞ്ച്, ചായക്കട എന്നിവ നടത്തി സമാഹരിച്ചത് 1,01,000 രൂപ. തൃശൂർ കാഞ്ഞാണി സെന്ററിലെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം. അപകടക്കുഴിയിൽ വീണുണ്ടാകുന്നത് നിരവധി അപകടങ്ങൾ. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് കോൺഗ്രസ്. തൃശൂർ അന്തിക്കാട് MDMAയും കഞ്ചാവും വിൽപ്പന നടത്തിയ യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് വിഷ്ണു സാജൻ, VS വിഷ്ണു എന്നിവർ. തുടരന്വേഷണത്തിൽ യുവാക്കൾ ക്ഷേത്ര കവർച്ചയിലെയും പ്രതികളെന്ന് അന്തിക്കാട് പോലീസിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ നിന്ന് കവർന്നത് വിഗ്രഹത്തിൽ ചാർത്തിയ ആഭരണങ്ങൾ. മലപ്പുറം പൊന്നാനി BM കായലിൽ പരിശീലന വള്ളം കളിക്ക് തുടക്കം. ഇത്തവണ വള്ളം കളി നടക്കുന്നത് സെപ്റ്റംബർ 17 ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ജലോത്സവം നടക്കുന്നത് ആഘോഷങ്ങളില്ലാതെ. തവനൂർ തിരുനാവായ പാലം പ്രദേശത്തെ ഭക്തി ടൂറിസത്തിന് കൂടുതൽ ഉണർവേകുമെന്ന് KT ജലീൽ MLA. പാലത്തിന്റെ പ്രവൃത്തികൾക്ക് സെപ്റ്റംബർ 8 വൈകിട്ട് 5 മണിക്ക് ആരംഭം കുറിക്കും. നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. മട്ടന്നൂർ കരിത്തൂർ പറമ്പിലെ റെൻഡറിംഗ് പ്ലാന്റിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം പ്ലാന്റിലെ ദുർഗന്ധത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ബ്ലോക്ക് സെക്രട്ടറി സരീഷ് പൂമരം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചെമ്പൂക്കാവൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ശാസ്ത്ര സാങ്കേതിക മേള ടെസ്പോ 2024 സംഘടിപ്പിച്ചു. മേള തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ ശ്രീജിത്തിന് ആദരവ് നൽകിയത് ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി വാർഡ് മെമ്പർ ആൻഡോ തൊറയിൽ. തൃശൂരിൽ എറവ് അഭ്യുദയ കൂട്ടായ്മയുടെ 38ാം വാർഷികവും കുടുംബ സംഗമവും നടന്നു. സംഗമ C കുഞ്ഞികൃഷ്ണമേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കോട്ടയം പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറാരോ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. വികാരി തോമസ് പനക്കുകുഴി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ അനശ്വര സ്മാർട്ട് അംഗനവാടി പ്രവർത്തനം ആരംഭിച്ചു. അംഗനവാടി നിർമ്മാണം മുൻ MP TN പ്രതാപന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു.